അറബിക്കടലിന് പുറമെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, സംസ്ഥാനത്ത് ഇനി വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ വന്നിരിക്കുന്നു. രാവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? മായ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയുടെ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 7ഓളം ജില്ലകളിൽ ഇന്ന് ഇന്ന് മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും രാവിലെ മുതൽ തന്നെ മഴ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത 5 ദിവസം ഇതേപോലെ തന്നെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 22-ാം തീയതി വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ വാഹനങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ വാഹനങ്ങളൊക്കെ മരച്ചുവട്ടിൽ ഒതുക്കി നിൽക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും ഈ മഴ മൂലം നാശനഷ്ടങ്ങളും ജീവഹാനി വരെ സംഭവിക്കുന്ന സാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുക തന്നെ ചെയ്യും. പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രതയോടുകൂടി ഇരിക്കണം. അതുപോലെ തന്നെ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.